ഞാൻ ഈ സ്ഥാപനം എലിയപറ്റ എന്താ നേരെ സെൻട്രലല്ല, അതിന്റെ കുറച്ച് പുറത്തായിട്ട് പുക ടെസ്റ്റ് കേന്ദ്രത്തിനോട് തൊട്ടിട്ട് തുടങ്ങിയതാണ്. അന്നിട്ടൊന്നുണ്ടല്ല, ഈ ബിൽഡിംഗ് മൊത്തം ഇന്ത്യയിൽ തന്നെയായിരുന്നു. ഞാനൊരു 26 വർഷമായി. 2000 സ്റ്റാർട്ട് ചെയ്തതാണ് ഈ സ്ഥാപനം. പക്ഷെ ഈ ഒരു പരിപാടി, ഡോറിന്റെ പരിപാടി ഇപ്പൊ തുടങ്ങിയതാണ്. നമ്മുടെ മരത്തിന്റെ മേഖല ഒന്ന് താന്നതില് തുടങ്ങിയതാണ്. ഇതിപ്പോ എന്ത് ഡോറാണ് സാർ ഇപ്പോൾ സപ്ലൈ ചെയ്യുന്നത്? എന്തൊക്കെ ടൈപ്പ് ഡോറുകളാണ് ഇതില് വുഡും ഉണ്ട്, പിന്നെ പ്ലൈവുഡ്, നല്ല പ്ലൈവുഡ് ആയിട്ടുള്ള ഡോറാണ്. ഇതിപ്പോ ഒരു മെയ്ഡൻ റേറ്റ് ആണ്. അത് നമ്മൾ ചെറിയൊരു ലാഭത്തിന് അവർക്ക് കൊടുക്കണു. പിന്നെ ഫിറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ആ ഫിറ്റിങ്ങിന്റെ ലേബർ ഈടാക്കും. നമ്മൾ മെയിൻ ഡോറും വരുന്നുണ്ട്. മെയിൻ ഡോർ ഇപ്പൊ ഞാൻ ഇറക്കിയിട്ടില്ല. ഞാനിപ്പോ 1.5 ആഴ്ച 2 ആഴ്ചയായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. കാരണം മരത്തിന്റെ മേഖല ഒന്ന് താണതില് ഞാനിത് തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ അത്യാവശ്യം ഫർണിച്ചറുകളും എല്ലാം ഇതാക്കിയിട്ടുണ്ട്. ഫർണിച്ചർ എന്തൊക്കെ ഉണ്ടാക്കണ? ഫർണിച്ചർ കട്ടില്, സിറ്റ് ഔട്ട് ചെയർ, കബോർഡ് മേശ, എല്ലാ ഐറ്റംസും ഉണ്ടാക്കുന്നുണ്ട്. ഏതൊക്കെ മരത്തിലാണ് പണിയുന്നത്? അധികം തേക്ക് തന്നെ എടുക്കുക. മറ്റുള്ള മരങ്ങൾ ഇപ്പോ ഫർണിച്ചർ കടയിൽ വരുമ്പോലെ അങ്ങനെ എടുക്കില്ലേ. ഞാൻ തേക്കും പ്ലാവുമായിട്ടുള്ള മരം തന്നെയാണ്. നല്ല തേക്ക് ശരിക്കും ഇവിടെ നടക്കാറ്? ഇപ്പൊ ഏത് തേക്കാണ് നമ്മൾ പറഞ്ഞാൽ അത് എന്താ വെച്ചാല് പാർട്ടിക്കാരും കൂടി ഓക്കെ ഇരിക്കണം. നല്ല തേക്ക് നിലമ്പൂരി തേക്കാണ് നല്ലത്. നമ്മളിവിടുത്തെ തേക്കൊക്കെ എന്ന് വെച്ചാല് വണ്ണം ഉണ്ടാവും തന്നെ ഉള്ളൂ, മൂപ്പുണ്ടാവില്ല. അതാണിപ്പോ എല്ലാവരും ഇരുമ്പുമ്പിലേക്ക് ചാടിയിട്ട് വരുന്നത്. മരത്തിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് വില ഇപ്പോൾ നമ്മളൊരു തേക്ക് എടുക്കുകയാണെങ്കിൽ അതിന്റെ കാതലിനെ അനുസരിച്ചിട്ടാണ് ഇപ്പൊ ഓരോരുത്തർ ടീമേര് കച്ചവടക്കാര് റേറ്റ് പറയും. നിൽക്കുന്ന മരം നമ്മൾ തൊടിന്ന് എടുക്കുകയാണെങ്കിൽ അതിനൊരു ആവറേജ് റേറ്റ് ടോട്ടൽ കണക്കാക്കിയിട്ട് അങ്ങനെ എടുക്കാനേ പറ്റും. അല്ലാണ്ട് അളന്നെടുക്കാനൊന്നും നിൽക്കുന്ന തേക്ക് പറ്റില്ല. അപ്പൊ മുറിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അവര് മുറിച്ചു തരികയാണെങ്കിൽ അതിന്റെ വണ്ണം ഇതൊക്കെ അവർ നീളത്തിന് കണക്കാക്കി മുറിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നീട്ടിയിട്ട് മുറിച്ചിട്ടുണ്ടാവും. നമ്മൾ അതിന് ഒന്നായിട്ട് വില കെട്ടിയിട്ട് എടുക്കുക ഒരു ആവറേജ് റേറ്റ്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 48 ഇഞ്ചിന്റെ മുകളിൽ വരികയാണെങ്കിൽ ഒരു 1500 റുപ്യ, 2000 ഒക്കെ അവര് പറയും. പക്ഷെ ഒരു 1500 റുപ്യൊക്കെ എടുത്താൽ തന്നെയാണ് നമ്മൾ തന്നെ ആ റേറ്റിന് ഏകദേശം അവര് പാർട്ടിയുടെ അടുത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ മില്ലിൽ എത്തിച്ചു തരണം. അല്ലാണ്ട് നമുക്കത് എടുത്തു കഴിഞ്ഞാല് നഷ്ടമാണ്. പ്ലെയിൻ ചെയ്തിട്ട് ഇവിടെ വെക്കും. എന്നിട്ട് ബാക്കിൽ അവിടെ പണിസ്ഥലം ഉണ്ടാക്കണ്ട്. പിന്നെ മറ്റുള്ള മെഷീനുകളൊക്കെ ഉണ്ട്, തിളക്കാനും അതിന്റെ കുടുംബ എന്നൊക്കെ പറയും. അതെടുക്കാനൊക്കെ ഉള്ള മെഷീൻ അവിടെ ഉണ്ട്, അതിൽ ചെയ്യും. അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പൊ ഇതായിട്ട് വരുന്നത്. കാരണം ഇപ്പൊ ഈ പണിക്ക് ലേലം വിളിയാണ്. നന്നാവണം എന്നുള്ള ഇതൊന്നുമില്ല, എവിടെ റേറ്റ് കമ്മിയാവുക എന്നുള്ള ഒരു ചിന്തയാണ് മനുഷ്യർക്ക്. നമ്മളിപ്പോ മറ്റുള്ളവർ ഓരോ അത്രയ്ക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതിന് പറ്റിയെങ്കിൽ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ നമ്മള് ചിലപ്പോ അത്രയും ഇതിലുള്ളതിൽ ചിലപ്പോ അങ്ങനെ എടുക്കും. എന്നാലും ഞാനത് ഫിനിഷ് ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കുള്ളൂ. ഇനിയിപ്പോ ആ റേറ്റ് കമ്മിയായി വിചാരിച്ചിട്ട് നമ്മള് അടിച്ചു പൊളിച്ച് പണിയെടുക്കൊന്നുമില്ല. ഇപ്പൊ ഞാനിപ്പോ ഒരു വർക്ക് എടുത്തിട്ടുണ്ടായി. ഇപ്പൊ ഈ സമയങ്ങളിൽ പണിയില്ലാത്ത ഇങ്ങനെ ഒരു ബെൻഡിങ് വന്നതിൽ ഇപ്പൊ അത് കുറഞ്ഞ റേറ്റിന് അടിച്ചിരിക്കുന്നത്. അതിപ്പോ എങ്ങനെയെങ്കിലും ഇപ്പൊ തീർത്ത് കൊടുക്കുക. പിന്നെ ഇപ്പൊ ഒരു വീടിന്റെ പണി എടുക്കുമ്പോ ഇപ്പൊ നമുക്ക് ഒരു വീടിന് ഇപ്പോ ഒരു ജനൽപ്പൊലിയുടെ ഇതിൽ ലേശം കാണാനും മറ്റുള്ള വർക്കുകളൊക്കെ അവിടെ കിട്ടല്ലോ. അങ്ങനെയുള്ളൊരു ഇതിൽ എടുക്കുക തന്നെ ഉള്ളൂ. നമ്മള് ഇപ്പൊ ഊണുമേശകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? ഒക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതൊക്കെ കുറെ ഓർഡറിനനുസരിച്ചിട്ട്. നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ ഫർണിച്ചർ കയറാനായിട്ട് എടുത്ത് വെക്കാനും ഇതിനൊന്നും സൗകര്യമില്ല. നമ്മൾ കസ്റ്റമർ ഓർഡർ ചെയ്യാണ്, ഇന്ന മരങ്ങൾ കൊടുന്നു തരാണ്, ഇതിനുണ്ടാക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കും. നമ്മൾ അതിന്റെ ലേബർ പറയും, പോളിഷ് ചെയ്യണോ എന്നാ പോളിഷിന്റെ ലേബറും പറയും. അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും മരത്തിലൊരു കംപ്ലൈന്റ് പറയണത് കുത്തുന്ന സംഭവങ്ങളാ. ഇപ്പൊ കുത്താത്ത മരങ്ങൾ ഇറങ്ങുന്നുണ്ടാ? എങ്ങനെ മരം കുത്തുക, നാശാവുക, ചതിര് പിടിക്കുക, അതിന് പുതിയതായിട്ടുള്ള ടെക്നോളജി വെച്ചിട്ടുള്ള മരങ്ങൾ ഇപ്പൊ ഇറങ്ങുന്നുണ്ടാ? ഉണ്ട്. അതിപ്പോ ഇറങ്ങുന്നുണ്ട് വെച്ചാലേ അതിനെ കെമിക്കൽ ചെയ്യണം. ഇപ്പൊ നമ്മള് ലക്കിടിന്റെ ഒരു മില്ല്, അവിടെ നമ്മൾ മരം കൊണ്ടെടുത്ത് ഈർന്ന് കഴിഞ്ഞാൽ അവരത് കെമിക്കൽ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഗുഹേന്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ടുള്ള കെമിക്കൽ ചെയ്തിട്ട് മരുന്ന് അടിച്ച് കെമിക്കൽ ചെയ്ത് ഉണക്കിയിട്ട് വരും. അതിനൊരു കംപ്ലൈന്റും വരുന്നില്ല എന്നാണ്. പക്ഷെ അതിന് അങ്ങനെ താമസത്തിൽ ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. ഓരോരുത്തരും ഗൾഫിൽ നിന്ന് വന്ന് 2 മാസം കൊണ്ട് കുടിയിരുന്ന് പോകണം. അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. മറ്റേ ഇപ്പൊ മരമാണെങ്കിലും ഇതാണെങ്കിലും ശരിക്കും വെട്ടിയിട്ടിട്ട് 6 മാസം കഴിയണം എന്നാണ് അതിന്റെ ശരിയായ രീതി. അതിനൊന്നും ആർക്കും വെയിറ്റ് ചെയ്യാൻ സമയമില്ല.
ഇന്ന് മുറിക്കാൻ നാളെ ഇരുന്ന് മില്ലിൽ കൊണ്ടുപോയി ഈര ഇന്റെ അടുത്തേക്ക് കൊണ്ടുവരിക, നാളെ വെക്കണം കേട്ടോ കട്ടിലാന്ന് പറയും. ഒരു കട്ടിലാണ്. അല്ലെങ്കിൽ തോന ഉണ്ടെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് ആവണം കേട്ടോ, അത് കഴിഞ്ഞിട്ട് ഉണക്കി ഇത് വെച്ചിട്ട് വേണം പോവാൻ. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതില് പണിയെടുക്കുകയാണ്. എല്ലാ പണികളും കടുപിടുന്ന ചെയ്തുകൊണ്ടാണ് നമ്മള് ഒരു ലൈഫ് കിട്ടാത്തത്. വർക്കിന് എത്ര പേരാ സഹായിക്കാൻ? ഇവിടെ 2 പേരെന്നെയുണ്ട്. ആ ആ 2 പേരെന്നെ ഉണ്ടാവുന്നത്. ഇപ്പൊ പണി മേലെ മറ്റേ ഇതായാലും ഇപ്പൊ ഒരാളുണ്ട്. പിന്നെ ഞാനും അത്യാവശ്യം പ്ലെയിനിങ്ങും ഇതൊക്കെ ചെയ്യും. സാറിന്റെ ഇനിയുള്ള ആഗ്രഹം എന്താ ശരിക്ക്? ഇനിയുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹം, വേറെ ഇപ്പൊ ആഗ്രഹങ്ങളോ ഒന്നുമില്ല. പുറത്തുള്ള പ്ലെയിനിങ് ഒക്കെ എടുക്കുക? എടുക്കലോ പ്ലെയിനിങ് നല്ലോണം വരും. ഇന്നലൊക്കെ 2 ആളുടെ പ്ലെയിൻ ചെയ്യാണ്ടായിരുന്നു. ഇന്നേനെ ഇപ്പൊ ഇല്ലാത്തുള്ളൂ. ഇന്നലൊക്കെ നല്ല വർക്കായിരുന്നു. ഞാൻ അവർക്കില്ലാത്തപ്പോ പ്ലെയിനിങ് ഇല്ലാത്തപ്പോ നമുക്ക് ഫർണിച്ചർ എടുക്കും, പിന്നെ പുറത്തെ പണികൾ കിട്ടും. അങ്ങനെയൊക്കെ പോയിട്ട് തന്നെ നടക്കണത്. ഫാമിലിയിൽ ആരൊക്കെ ഉള്ളത്? ഫാമിലിയില് ഭാര്യ, 3 മക്കള്. മൂത്ത പെൺകുട്ടി, അവളെ പൂനത്തറക്കാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവനൊരു മാഷാണ്. പിന്നെ 2 കുട്ടികള്. ഒരുത്തൻ ലോജിസ്റ്റിക്കിന്റെ മേഖലയാണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എറണാകുളത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഈ മേഖലയ്ക്ക് പുതിയതായ ആൾക്കാരെ കടന്നു വരുന്നുണ്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക്? ഈ മേഖലയ്ക്ക് ചുരുക്കാണ്, കമ്മിയാണ്. ഇതൊക്കെ സെപ്പറേറ്റ് വെക്കണം. ഇന്ത്യയും ചില ഇതിനിപ്പോ വിജാവരി വേണ്ടി വരും, ചിലതിന് വിജാവരി വേണ്ടല്ല. ഇരുമ്പിന്റെ കട്ടിലേക്കൊന്നും ഇപ്പൊ വിജാവരി വേണ്ട, അതുമ്പോൾ തന്നെ ഉണ്ടാവും. ഇതിന് ലോക്കൽ ഇത് മാത്രം വെച്ച് ഇതാക്കുമ്പോ ഞാനൊരു 4200 ഫിറ്റ് ചെയ്ത് കൊടുക്കും. വേറെ ഒന്നും അറിയണ്ട, അവര് ഫിറ്റ് ചെയ്ത് താക്കോല് കൊടുത്ത് പോരും. നമ്മൾ ക്വാളിറ്റി ലോക്കൽ കസ്റ്റമർ പറഞ്ഞ ലോക്കൽ വയ്ക്കാറ് നമ്മൾ നമ്മുടേതായ ലോക്കൽ ഉണ്ടാ? അതിപ്പോ ചിലത് കസ്റ്റമർ വാങ്ങിത്തരും. അവര് വാങ്ങുമ്പോ അവരുടെ ഇഷ്ടത്തിന് മോഡലിന് അനുസരിച്ചിട്ട് വെക്കാം. നമ്മളിതാവുമ്പോ അത്ര മേത്തിട്ടാകുന്ന ഒരു 650-700 ഉറുപ്പിയുടെ ലോക്കാണ് നമ്മൾ ഈ റേറ്റില് ആവുള്ളൂ. കാരണം ഇത് ഫിറ്റ് ചെയ്യാൻ ഒരു 500 ഉറുപ്പിയുടെ ലേബറും, പിന്നെ 10-700 ഉറുപ്പിയ ലോക്കിനും, പിന്നെ അതിന്റെ ഇഞ്ചസ് കാര്യങ്ങള്, സ്റ്റോപ്പറ്, ഹാൻഡില്, അതൊക്കെ വെച്ചു കൊടുക്കും. അതായത് അപ്പൊ ഇതാവുമ്പോ വാതിലിന്റെ റേറ്റ് എന്തും കൂടി ഈക്വൽ ആയിട്ട് വരുന്നു മാത്രം. ഇതിലിപ്പോ അത്ര ലാഭം എന്നുള്ള കേസൊന്നും അല്ല. ഒരു 200 ഉറുപ്യ 250 ഉറുപ്പിയുടെ ലാഭം തന്നെ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഈ പണി ഇതില് ഇപ്പൊ അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാന്നുള്ളൊരു പ്രതീക്ഷയിലാണ്.